കോഴിക്കോട് നോർത്ത് സൌത്ത് നിയോജക മണ്ഡലങ്ങളിലും ചേവായൂർ സഹകരണ ബാങ്കിന്റെ പരിധിയിലും കോൺഗ്രസിൽ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റാണെന്ന് ചേവായൂർ സഹകരണ ബാങ്ക് സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. നാത്തുവിന്റെ കണ്ണീര് കാണണം എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് പ്രവീൺകുമാർ. തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അദ്ദേഹത്തിന് ഈ വിഷയം പരിഹരിക്കാൻ ഒരുപാട് സമയവും സാഹചര്യവും ഒക്കെ നേതൃത്വവും അനുഭാവികളും അണികളും എല്ലാവരും കൊടുത്തിട്ടും അതിനൊന്നും തൃപ്തിപ്പെടാതെ ഈ സ്ഥാനം കൊണ്ട് അയാൾ ആർത്തുല്ലസിച്ച് നടക്കുകയാണ്. 2019 നവംബർ 17 നടന്ന ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ബാങ്ക് ഭരണം പിടിച്ചെടുക്കുന്നതിന് മുൻകൂട്ടി ഒരു വിമത വിഭാഗവും ഗുരുതരമായ അച്ചടക്കരാഹിത്യത്തിന് ബാങ്കിൽ നിന്ന് നടപടി നേരിട്ട ഒരു ജീവനക്കാരനും ചേർന്ന് ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കളുടെ പിന്തുണയോടെ നടത്തിയ സംഘടനാ വിരുദ്ധ ശ്രമങ്ങളാണ് പാർട്ടിയിൽ അനൈക്യത്തിന് കാരണമായതെന്ന് ചേവായൂർ സഹകരണ ബാങ്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 353 സംഘടനാ പ്രവർത്തകന്മാർ ബൂത്ത് തലം തൊട്ട് ഈ KPCC മെമ്പർ വരെയുള്ള ആളുകൾ 353 ആളുകൾ ഒപ്പിട്ട് അവർക്ക് നിവേദനം കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരു വിലയും ചലിപ്പിക്കാത്ത DC പ്രസിഡന്റ് സമീപനത്തിനെതിരെയായിട്ടാണ് പ്രധാനമായും ഈ പത്രസമ്മേളനം വിളിച്ചേർക്കപ്പെട്ടത്. റിബലുകൾക്ക് നേതൃത്വം നൽകിയ മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാതെ നേതൃത്വം റിബൽ വിഭാഗത്തിന് പ്രോത്സാഹനം നൽകിയതിനാലാണ് പാർട്ടി പ്രവർത്തകർ 2 ചേരിയിലായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നതെന്നും അവർ വിശദീകരിച്ചു. ബാങ്ക് 2 ചേരിയായി മത്സരിക്കുകയും 9 പേര് പ്രശാന്ത് കുമാർ നേതൃത്വം കൊടുക്കുന്ന ചേരി വിജയിക്കുകയും 2 പേര് എതിർ ചേരിയും വിജയിച്ചു. കോൺഗ്രസിൽ അച്ചടക്കം പരമപ്രധാനമാണെന്നും അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ബാങ്ക് മുൻ പ്രസിഡന്റും DCC അംഗവുമായ V. വിശ്വനാഥൻ, ബാങ്ക് വൈസ് ചെയർമാൻ KV സുബ്രഹ്മണ്യൻ, ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ, ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് MP വാസുദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഒരു മുന്നണിയിൽ നിന്നോ ഒരു പാർട്ടിയിൽ നിന്നോ ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന്